യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ഓൺലൈനിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഹാളിലുള്ള തീർത്ഥാടന ഉടമ്പടിയായിട്ട് വന്നിട്ടുള്ളവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് രോഗമുള്ള അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിച്ച് നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. അപ്പോൾ ശരീരത്തിൽ മാറി മാറി കൈകളെ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേ നിൽക്കണം. നിങ്ങൾക്ക് രോഗങ്ങളില്ലെങ്കിൽ രോഗമുള്ള നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ അടുപ്പക്കാരും അവരെ ഓർത്തിട്ട് അവരുടെ രോഗാതീതമായ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അവിടെ ശരീരത്തിൻ്റെ അവസ്ഥകളെ കണ്ടിട്ട് നിങ്ങൾക്ക് അവിടെ ഉദരത്തിലാണെങ്കിൽ ഉദരത്തിൽ, നെഞ്ചിലോ കഴുത്തിലോ എവിടെയാണ് അവരുടെ രോഗം അവിടെ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സഹായിക്കാവുന്നതാണ്. അച്ഛൻ പ്രാർത്ഥിച്ച് തീരുന്നവരെ നിങ്ങളെ സ്തുതിച്ചുകൊണ്ട് നിൽക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ദൈവം നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോ, നിന്റെ വിശുദ്ധമായ തിരുമുറുപാർന്ന വലതുകരം മക്കളുടെ ശിരസ്സിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സന്ധ്യബന്ധങ്ങൾ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും ആമാശയത്തിലും അണ്ടാശയങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ഈശോ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ രക്തധമനികളിലെ ക്യാൻസർ കോശങ്ങൾ സിസ്റ്റുള്ളവരെല്ലാം കർത്താവിൻ്റെ രക്തം, കരളിൽ വേദനയുള്ളവരെ, കരൾ രോഗമുള്ളവരെ, കിഡ്നി രോഗികൾ, കിഡ്നി ചുരുങ്ങുന്നവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവ് സ്പോണ്ടിലോസിസ് അസുഖമുള്ളവരെ, പിൻകഴുത്തിന് വേദനയുള്ള, കണ്ണിന് കാഴ്ചക്കുറവുള്ള, അഡിനോയിഡിൻ്റെ രോഗമുള്ളവരെല്ലാം കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കൈ സ്വാധീനമില്ലാതെ നടക്കാൻ പറ്റാതെ പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മക്കളില്ലാത്തവർ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ എല്ലാം കർത്താവിൻ്റെ രക്തം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ രോഗികളെ, ഹൃദയത്തിൽ ബ്ലോക്കുള്ളവർ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അസ്ഥി വേദനയുള്ള, അസ്ഥിക്ക് മുഴയുള്ളവരെ എല്ലാം കർത്താവിൻ്റെ രക്തം നിറയട്ടെ. 36 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, സകല വ്യാധികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. എല്ലാ രോഗികളെയും സമർപ്പിച്ച് സൗഖ്യം നൽകണമേ. നാദാവരേണമേ, എന്നിൽ നിറയണമേ. നാദാവരേണമേ, സൗഖ്യം നൽകണമേ. പ്രിയമക്കളെ, ജോലിയില്ലാത്തവരെ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വീട്ടിലേക്ക് വഴിയില്ലാത്തവരെ, വീട് ഉറഞ്ഞു വീണിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റാതിരിക്കുന്നവരെ, വീട് പൊളിച്ചു പണിയേണ്ട അംഗങ്ങളുടെ എണ്ണവും കുഞ്ഞുങ്ങളുടെ പ്രായവും കഴിഞ്ഞപ്പോൾ വീട് പൊളിച്ചു പണിയാതെ നിവൃത്തിയില്ലാത്തവരെ, ഇതുപോലെ വെള്ളക്കയറ്റമുള്ള വീട്, ജീവിത സാഹചര്യങ്ങൾ, അവിടെ സമാധാനത്തെ പൊറുക്കാൻ പറ്റാത്ത അവസ്ഥകൾ, സാമ്പത്തികമായ കടങ്ങൾ, വരുമാനമാർഗമില്ലാത്തവരെ, കടങ്ങളും പലിശ കയറ്റവും, മറ്റ് അന്യാധീനപ്പെട്ടു പോയ സമ്പത്ത്, അതിൻ്റെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചു കിട്ടാത്തവർ, അതുപോലെ തന്നെ വാടകയ്ക്ക് ഒഴിഞ്ഞു പോകാത്തവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വീടില്ലാത്തവർ, ജോലിയില്ലാത്തവരെ, പരീക്ഷയ്ക്ക് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, പരീക്ഷ എഴുതാൻ പോകുന്നവരെ, പ്രൊഫഷണൽ പരീക്ഷയിലും അക്കാഡമിക് പരീക്ഷയിലും സ്കൂൾ പരീക്ഷയിലും റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർ, തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നവർ, അവർക്ക് വർഷങ്ങളായി വിദേശ ജയിലിൽ കിടക്കുന്നവരെ,
ജോലിയില്ലാത്ത വിദേശത്ത് കുടുങ്ങിപ്പോയവരെ, വിസയിൽ തട്ടിപ്പിൽപ്പെട്ടിരിക്കുന്നവരെ, പണം നഷ്ടപ്പെട്ടു പോയവരെ, സാങ്കേതിക രേഖയില്ലാത്തവരെ, പഠനം നിന്ന് പോയവർ, പല യുക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പഠിക്കാൻ പോയവർക്ക് പഠനം നിന്ന് പോയവർ, മറ്റു രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, രാജ്യങ്ങൾ മാറാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, പല രേഖകൾ കിട്ടാത്തവർ, മക്കളില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, കർത്താവ് വരുമാന മാർഗമില്ലാത്തവർ, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, വിവാഹ മോചനം നേടാൻ വേണ്ടി കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ എല്ലാം ദൈവികമായ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. Lord Jesus Christ, pour out your spirit, touch with the fire finger, soak with the precious blood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൊച്ചിൻ്റെ അടയാളത്തിൽ ദൈവിക നാമത്തിൽ നിന്റെ തടസ്സങ്ങളും ദോഷങ്ങളും ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. സാക്ഷികളായി പ്രാർത്ഥിക്കുന്നു. എന്നിൽ നിറയണമേ നാദാവരേണമേ, സൗഖ്യം നൽകണമേ നാദാവരേണമേ, എന്നിൽ നിറയണമേ നാദാവരേണമേ, സൗഖ്യം നൽകണമേ. മുട്ട നീക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അച്ഛൻ എന്തെങ്കിലും പ്രാർത്ഥന വിട്ടുപോയിട്ടുണ്ട് നിങ്ങളുടെ വിഷയങ്ങളെ, ഇപ്പോൾ നിങ്ങൾ മൗനമായി മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ കണ്ണീരോടെ തീർത്ഥാടന ഉടമ്പടിയായിട്ട് ഇവിടെ അച്ഛൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും മുട്ടയിൽ നിന്ന് മൗനമായി നിങ്ങളുടെ ജീവിതാവസ്ഥകൾക്കും ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ നിവൃത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക.
ഒരു നിമിഷം മൗനമായിട്ട് നമ്മൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന, ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മളിപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും ദിവ്യകാരുണ്യ അൾത്താരയിൽ ഇറക്കി വയ്ക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.